കമൻട്രി കേറി ഇരിക്ക. അമ്മയൊക്കെ പോയിനാ? അമ്മയൊക്കെ പോയിനാന്ന് ഇരിക്കപ്പ. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറയട്ടെ? 2 കാര്യങ്ങൾ എനിക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റാൻ പറ്റൂല. ഒന്ന് എൻ്റെ ഫുട്ബോളാണ്. എന്ന് നീ അതിനെതിർക്കുന്നു അന്ന് ഞാൻ നിന്നെ ഡൈവോഴ്സ് ചെയ്യും. 2 പിന്നെ എൻ്റെ ബുള്ളറ്റാണ്. അത് പിന്നെ നീ വരുന്നതിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ വന്നതാണ്. 2 വിട്ടൊരു കളി എനിക്കില്ല. മനസ്സിലായിന? ഇനി എന്താ എനക്ക് പറയാനുള്ള? ഞാനിപ്പോ എന്ത് പറയാനാ? ഒന്നും പറയാനില്ല എനിക്ക്. ജീവിതത്തിനെ പറ്റി എന്തപ്പോ പറയാ? എനിക്കൊന്നും കിട്ടുന്നില്ല. എന്നാ എനക്ക് പറയാനുണ്ട്. എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിച്ചത് ഓളയാണ്. പക്ഷെ ഓളെ ഇവിടെ ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാ എനിക്ക് ഓളെ എപ്പോഴും ഇഷ്ടമാണ്. ജീവിതത്തിൽ എനിക്ക് അവളെ പിരിയാൻ കഴിയില്ല ഒരിക്കലും. ദാ ഇവളാണ് എൻ്റെ ആദ്യത്തെ ഭാര്യ. ഈ 2ാമത്തെയാണ്. ഇതെന്താന്നപ്പാ? ഏയ് ഓളെന്ന് പറഞ്ഞത് ദൈ ബോളാന്ന്. സത്യൻ, ഗുപ്ത സാർ കിട്ട എന്നാ പ്രശ്ന? കളി പോലെ അല്ലല്ലോ സാർ ജീവിതം. കുറെ അനുഭവിക്കേണ്ടി വരും. குப்தா சார் உன்னுடைய சுப்பீரியர் ஆஃபீஸர். அப்புறம் போலீஸில் இது போல் ஓசி ட்ரிப்பெல்லாம் സഹജം തന്നെ. താനൊന്ന് കണ്ണടച്ചേക്കൂടോ. കളി കാണാനെന്ന പേരിൽ അവർക്ക് ഫാമിലി ട്രിപ്പ് അടിക്കാൻ ക്യാപ്റ്റൻ്റെ സൈൻ വേണം. അത് ഞാൻ ചെയ്യൂല സാർ. വിട്ട് കളിയിടോ സാർ. മിസോറാമിൽ ഫുട്ബോൾ കളി കാണാനൊന്നും അല്ല വരുന്നത്. ഒരു ഭാര്യയായിട്ട് എൻജോയ് ചെയ്യാനാണ്. അത് കേരള പോലീസിന്റെ ചെലവിൽ. പതുക്കെ അയാൾ കേൾക്കട്ടെ. ഇങ്ങനെ കളിക്കാരുടെ പേരിൽ ടൂർ പോകുന്ന ഏമാന്മാരുടെ മൂഡ് താങ്ങാൻ എനിക്ക് പറ്റൂല. നീ എന്നാ ലൂസാ? ഇതിപ്പോ പോലീസിലൊന്നും ആദ്യമല്ലല്ലോ സാറേ. എൻ്റെ അച്ഛനും പോലീസാണ്. ഈ ചോറ് നിന്നാണ് ഞാനും വളർന്നത്. അതുകൊണ്ട് ഇത്തിരി ദണ്ണുണ്ട്. പിന്നെ കാശ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്ക്. നമ്മുടെ കോച്ച് ജാഫ്രിക്കൊക്കെ ഒരു വീട് വെച്ച് കൊടുക്കാൻ പ്ലാനുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. നീ മോഹമ്മദൻ സ്പോർട്ടിങ്ങിന് വേണ്ടി വിളയാടാൻ കൽക്കട്ട പോയിരുന്നില്ലേ? അതിൻ്റെ എൻക്വയറി വന്നിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോ? CM-നെ കണ്ട് ഒന്ന് ഡിഫൻസ് ചെയ്തോ? ഡിഫൻസൊക്കെ കളിക്കളത്തിലുള്ളൂ സാർ. ഗ്രൗണ്ടിന് പുറത്തുള്ള കളികളൊന്നും എനിക്കറിയില്ല. മോനെ, നിനക്ക് CM-നോട് ഒരു വാക്ക് പറയാമല്ലോ. എന്തിനാന്ന് സാർ? കളിയുള്ള സ്ഥലത്തെ സത്യനുള്ളൂ. കളിയില്ലെങ്കിൽ ഞാനില്ല. അത് ഈടെയാണെങ്കിലും ഏടെയാണെങ്കിലും. തുറക്കണമെന്നില്ല സാർ. ഞാൻ സൈൻ ചെയ്തിട്ടില്ല സാർ. ഇതുകൊണ്ടോ നക്ഷത്രം? ഇത് രാജ്യം നൽകുന്ന മുദ്രയാണ്. ഫോർ സർവീസ് ആൻഡ് കറേജ്. അല്ലാതെ ഫ്രീ ആയിട്ട് കിട്ടിയതല്ല. കുത്തിയിരുന്ന് പഠിച്ചു വാങ്ങിയതാ. തലയ്ക്കകത്ത് എന്തെങ്കിലും ഉള്ളവർക്ക് ഇത് കിട്ടും. സോ ക്യാപ്റ്റൻ, കുറച്ച് സർവീസ് ചെയ്യൂ. അല്ലാതെ കളി മാത്രം പോരല്ലോ. സർക്കാരിൻ്റെ ശമ്പളം എണ്ണി വാങ്ങുന്നതല്ലേ. അറിയട്ടെ ഡിപ്പാർട്ട്മെൻറ്റ് ക്യാപ്റ്റൻ്റെ സർവീസ് എബിലിറ്റിയും കറേജും. സാർ,
സത്യൻ ഈസ് ഇന്ത്യാസ് ഫൈനസ്റ്റ് ടോപ്പർ ബാക്ക് സർ. പോലീസിൻ്റെ അഭിமான പ്ലെയറാണ് കേരള സ്പ്രൈറ്റ് സർ. இந்த மாதிரி ஒரு பனிஷ்மெண்ட் கொடுக்கறதுக்கு டோன்ட் யூ திங்க் இட் இஸ் லிட்டில் டூ மச் சார்? സർ, സത്യം കളിച്ചതുകൊണ്ട് കിട്ടിയതാണ് ഈ ജോലി, അല്ലാതെ ജോലിക്ക് വേണ്ടി കളിച്ചതല്ല. സ്പോർട്സ് താരങ്ങൾക്ക് ജോലി കൊടുക്കുന്നത് ആരുടെ ഔദാര്യമൊന്നുമല്ല, അത് രാജ്യം നൽകുന്ന ആദരവാണ്. സോറി സർ. ഐ എം സോറി സർ. രാജശേഖർ, സർ, go tell him if I am doing the enquiry, അവൻ്റെ പ്രൊമോഷൻ അവനോട് പോയി ഗോഡ് ഫാദേഴ്സിൻ്റെ കാല് പിടിച്ചെന്നെ മാറ്റാൻ പറ. അല്ലെങ്കിൽ അവനുള്ള ലാസ്റ്റ് വിസിൽ ഞാനായിരിക്കും അടിക്കുന്നത്. മുഖം മിനുക്കാനല്ല ക്യാപ്റ്റനെ ഇങ്ങോട്ട് അയച്ചത്. കം. ഡോ ക്യാപ്റ്റൻ. ക്ലീൻ. ओए, इधर देख. വൈറ്റ് ഇതുപോലെ ക്ലീൻ ആവണം. അപ്പോഴാണ് ക്ലീൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ആയി വാ സമझ में? हाँ सर, मुझे आपका ऑफर मंजूर है. मैं कलकत्ता आ रहा हूँ. आप कल कब पहुंचोगे? कल आएगा सर. तेरे आसारे